നമസ്കാരം. ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂരും BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പന്ന്യൻ രവീന്ദ്രനുമാണ് മാറ്റുരയ്ക്കുന്നത്. 2009 മുതൽ ശശി തരൂരിന്റെ കുത്തകയായിരിക്കുന്ന മണ്ഡലത്തിൽ ഇക്കുറി തിരുവനന്തപുരത്ത് മറ്റു ചില അത്ഭുതങ്ങൾ NDA കാണിക്കും എന്ന് അവകാശപ്പെട്ട ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറാണ് ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് NDAക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുന്നത്. അതേസമയം പന്ന്യൻ രവീന്ദ്രൻ എന്നുള്ളത് ജനകീയനായ നേതാവാണ്. തങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ സീറ്റ് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്വാധീനം നഷ്ടമാകുന്ന സമയത്തെ അവസാനത്തെ പ്രതിനിധിയായിരുന്നു എന്നതാണ് പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഡ്വാൻറ്റേജ് ആയി കാണുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ആർക്കൊപ്പം ചലിക്കും, ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തില് വിജയിയാവുക എന്നുള്ളതാണ് നമ്മൾ ഈ നിമിഷത്തിൽ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയായി ശ്രീ BG വിഷ്ണു, ഒപ്പം തന്നെ CPIയുടെ പ്രതിനിധിയായി ശ്രീ N അരുൺ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിനിധിയായി നേമം ഷജീർ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം BG വിഷ്ണുവിലേക്ക്. വിഷ്ണു, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പേര് വരെ ഊഹാപോഹങ്ങളിൽ ഉണ്ടായിരുന്ന, അതായത് നരേന്ദ്രമോദിയോ ദേശീയ നേതാക്കൾ ആരെങ്കിലും ഒക്കെ തന്നെയും എത്താൻ സാധ്യതയുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്ന മണ്ഡലത്തിലേക്ക് എത്തുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. നമ്മൾ ഏതൊരു സിനിമയിൽ പറയുന്നത് പോലെ മോഹൻലാൽ വരും എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന് പകരം മറ്റൊരു താരം എത്തുന്നത് പോലെ ആയിപ്പോയി എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിർമ്മലാ സീതാരാമന്റെയും ഒക്കെ പേര് കേട്ട ഇടത്ത് രാജീവ് ചന്ദ്രശേഖറാണ് എത്തിയത്. എന്താണ് തിരുവനന്തപുരത്ത് BJPയുടെ സാധ്യതകൾ? തിരുവനന്തപുരത്ത് BJP വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പിന്നെ അവരുടെ നേരത്തെ പറഞ്ഞു ഒരാളുടെ പേര് പ്രചരിപ്പിച്ചു, മറ്റൊരാൾ വന്നു എന്ന് പറഞ്ഞു. ആരാണ് പ്രചരിപ്പിച്ചത്? BJPയുടെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര്? അദ്ദേഹം വാരണാസിയിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസോ ഭാരതീയ ജനതാ പാർട്ടിയോ ഒരു സമയത്ത് പോലും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രതികരണമോ സൂചനയോ ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ മാധ്യമങ്ങൾ ചിലപ്പോഴെല്ലാം കരഞ്ഞു തീർക്കുന്നത് പല പേരുകൾ ഉപയോഗിച്ചാണ്. ഇന്നലെ നരേന്ദ്രമോദിയുടെ പേര് തിരുവനന്തപുരത്ത് ഉപയോഗിച്ചു, കഴിഞ്ഞ ദിവസം വരെ മറ്റൊരു പേരുകൾ ഉപയോഗിച്ചു. ഇങ്ങനെ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ, അതിനെ ഞങ്ങൾ വലിയ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. BJPയുടെ വിജയത്തിന് അടിസ്ഥാനപരമായി ഞങ്ങൾ കണക്കുകളെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം പ്രചരണത്തിന്റെ ഒരു 2 ഘട്ടം തിരുവനന്തപുരത്ത് പിന്നിട്ടപ്പോഴേക്കും എല്ലാ മേഖലയിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ളവരും യുവാക്കളും വനിതകളും പിന്നോക്ക വിഭാഗങ്ങളും തീരദേശ നിവാസികളും എല്ലാം അദ്ദേഹത്തിന്റെ പരിപൂർണ പിന്തുണയാണ് നാളിതുവരെ നൽകിയിട്ടുള്ളത്. കാരണം തിരുവനന്തപുരം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. വിശ്വപൗരൻ എന്ന പേരിൽ തിരുവനന്തപുരത്ത് എത്തുകയും കഴിഞ്ഞ 15 വർഷക്കാലം തിരുവനന്തപുരത്തിന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയും ചെയ്ത കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകാൻ തിരുവനന്തപുരം തയ്യാറായിട്ടുണ്ട്. അതിന്റെ സൂചനകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് രാജീവ് ചന്ദ്രശേഖരയുടെ 400-1 BJPയിൽ പാർലമെന്റിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. അതിലൊരു പ്രശ്നമുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നോക്കൂ, അല്ലല്ല വിഷ്ണു, അതിലൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ 2014 കാര്യമെടുത്താൽ 2014 ശശി തരൂർ തന്നെയാണ്, 2009 മുതൽ ശശി തരൂർ തന്നെയാണ്. പക്ഷെ 2014 സ്ഥാനാർത്ഥിയായി, അതായത് നിങ്ങൾക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം 2014 വലിയ രീതിയിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുകയും 15,000-ഓളം വോട്ടുകൾക്കാണ് ശശി തരൂർ അവിടെ 15,000 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ശശി തരൂർ ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2019 എത്തുന്ന സമയത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമം ഒഴികെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു നില ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ നിങ്ങൾ വളരെ പരിതാപകരമായ ഒരു സാഹചര്യമല്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? അപ്പോ അവിടെ വെച്ച് ആ ഒരു കണക്ക് പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് വിഷ്ണു? 2014 നിന്ന് 2019 എത്തുമ്പോൾ BJPക്ക് വോട്ടിൽ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ പരാജയപ്പെട്ടു. ആ യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം എന്താണ്? കേരളത്തിൽ മാത്രം മറ്റൊരു തരത്തിൽ 2019 ഒരു പ്രചരണം നടന്നു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാൽ പോകുന്നു. അങ്ങനെ വലിയൊരു നെഗറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് കേരളം മുഴുവൻ കോൺഗ്രസ് അനുകൂലമായ തരംഗമുണ്ടായി. ആ യാഥാർത്ഥ്യം നമുക്കത് അടുത്ത ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് വിഷ്ണു. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം.
ശരി, ഞാൻ വരാം. അരുൺ, ഈ പറഞ്ഞതുപോലെ ഈ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള അർബൻ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്രമേൽ അർബൻ സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള മണ്ഡലം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. ആ മണ്ഡലത്തിൽ ഒരു അർബൻ സ്വഭാവമുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് NDAയ്ക്കും ഉള്ളത്, ഒപ്പം തന്നെ കോൺഗ്രസിനും ഉള്ളത്. അപ്പോ അവിടെയാണ് പന്ന്യൻ രവീന്ദ്രൻ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. പന്ന്യൻ രവീന്ദ്രനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പന്ന്യൻ രവീന്ദ്രൻ എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ മനസ്സിലിടം പിടിക്കാൻ പോകുന്നത്? പന്ന്യൻ രവീന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. ഒന്നാമത്തെ കാര്യം, 2005 മുതൽ 3.5 വർഷക്കാലം ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു MP ആയിരുന്നു. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രനുള്ള സ്വീകാര്യത, ഒരു ഏറ്റവും മാതൃകാപരമായ ഒരു പൊതു ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന പ്രത്യേകത. അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രന്റെ വിജയ സാധ്യത ഉറപ്പാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം, ഇപ്പോൾ ഇവിടെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അർബൻ മേഖലയിലെ വോട്ടുകൾ ഭിന്നിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസും അതിന് താഴെയുള്ള ജനവിഭാഗങ്ങൾ, വർക്കിംഗ് ക്ലാസ് ഉൾപ്പെടെയുള്ളവർ. നമ്മൾ ഈ നഗരപ്രദേശത്തെ മാത്രം കണക്കിലെടുത്ത് തിരുവനന്തപുരത്തെ കാണരുത്. അത്തരം പ്രദേശങ്ങളിൽ വലിയ സ്വീകാര്യതയും വലിയ ഭൂരിപക്ഷവും സഖാവ് പന്ന്യൻ രവീന്ദ്രന് ലഭിക്കാൻ പോവുകയാണ്. അത്തരത്തിൽ പന്ന്യന്റെ സാധ്യത ഇപ്രാവശ്യം ഏറുന്നു. പന്ന്യൻ വിജയിക്കാൻ പോകുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശശി തരൂര് 15 വർഷക്കാലം ജനപ്രതിനിധിയായി ഇരുന്നിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു, മണ്ഡലത്തിൽ എന്ത് പ്രവർത്തനം നടത്തി എന്നുള്ളത് തന്നെയാണ്. ആ വിശ്വപൗരൻ ഇമേജോടുകൂടി തന്നെയാണ് കഴിഞ്ഞ 2009-ലും 2014-ലും 2019-ലും എല്ലാം ശശി തരൂർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ സാധാരണയൊക്കെ ഇത്ര കാലഘട്ടങ്ങളിൽ ഇത്രമാത്രം സമയം ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന വ്യക്തി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖകൾ ഇറക്കി ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കാറുണ്ട്. പക്ഷേ ശശി തരൂർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്, എനിക്ക് എന്തുകൊണ്ട് വികസനം നടത്താൻ സാധിച്ചില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് എനിക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറെ വിചിത്രമായ, നമുക്ക് കാര്യമായി പരിചയമില്ലാത്ത രീതിയിലുള്ള ഒരു സപ്ലിമെന്റ് ആണ് ശശി തരൂര് പുറത്തിറക്കിയിട്ടുള്ളത്. എന്തെല്ലാം വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ബാഴ്സലോണ ഇരട്ട നഗരം, ഹൈക്കോർട്ടിന്റെ ബ്രാഞ്ച്, 15 വർഷം കൊണ്ട് കൊണ്ടുവരാൻ പോകുന്ന എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം അവകാശപ്പെട്ട എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യമായി വരാൻ പോകുന്നത്. 3.5 വർഷക്കാലം കൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ, ബാംഗ്ലൂർ നോർത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്ന, അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ നഗരത്തിന് പരിചയമില്ലാത്ത, ഈ പ്രദേശത്തിന് പരിചയമില്ലാത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ബേസ് വോട്ടൊന്നും തിരുവനന്തപുരത്തില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾ മത്സരിക്കുമ്പോൾ അത്തരത്തിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, 2004-ൽ O രാജഗോപാല് 2.25 ലക്ഷം വോട്ട് പിടിച്ച ശേഷമാണ് 40,000 വോട്ടിൽ താഴെ, 37,000 വോട്ടിൽ താഴെ മാത്രം BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2009-ൽ BJP 4ാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യം ഈ മണ്ഡലത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, ചില സ്ഥാനാർത്ഥികൾ, ചില പ്രത്യേക സാഹചര്യം, അത്തരം സാഹചര്യങ്ങളിലാണ് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1.25 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ സാഹചര്യം നിലനിൽക്കുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ വിശ്വാസികളുടെ വോട്ട് നേടാൻ ശബരിമല ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷം പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരം പിന്നിൽ പോകുന്ന സാഹചര്യത്തിൽ വരെ 2.5 ലക്ഷം വോട്ട് ഇടതുപക്ഷത്തിന്, 2,58,000 വോട്ട്, 2,58,000 വോട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രമാത്രം ഇടതുവിരുദ്ധ പ്രചരണം വിശ്വാസികൾക്കിടയിൽ, ഏറ്റവും കൂടുതൽ ഹൈന്ദവ വിശ്വാസികളുള്ള മണ്ഡലത്തിൽ നടത്തുന്ന സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2,58,000 വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത്തരം വാദങ്ങളോ അത്തരം പ്രചരണങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല.
വിശ്വപൗരനെ അല്ല, ശരി, മറിച്ച് ആയിക്കോട്ടെ വിശ്വസിക്കാവുന്ന ആയിക്കോട്ടെ ശരി, പന്നിനെ ഒരു നമുക്ക് വോട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ വോട്ട് കൺസോൾട്ടേഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നോക്കൂ ശ്രീ ബി ജി വിഷ്ണു, ഈ വിഷയത്തിൽ അല്ലെ പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തെ കുറിച്ച് എടുത്താൽ ഒരു അർബൻ വോട്ടുകൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വപൗരൻ എന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ അർബൻ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എപ്പോഴും പറയുന്നൊരു കാര്യം. പക്ഷേ അർബൻ വോട്ടുകൾ മാത്രമല്ലല്ലോ, പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മേഖലകൾ കൂടിയുണ്ട്. അത് തികച്ചും ഗ്രാമീണ മേഖല കൂടിയാണ്, തീരദേശ മേഖല കൂടിയാണ്. ഈ തീരദേശ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ രാജീവ് ചന്ദ്രശേഖറിനാകുമോ ശ്രീ വിഷ്ണു? ഒരു സംശയവുമില്ല. രാജീവ് ചന്ദ്രശേഖർ അർബൻ മേഖലകളിൽ മാത്രമല്ല, തീരദേശ മണ്ഡലങ്ങളായ കോവളത്തും നെയ്യാറ്റിൻകരയിലും പാറശാലയിലുമൊക്കെ വലിയ ജനപിന്തുണ കിട്ടിയിരിക്കുന്നു. കാരണം ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു, തീരദേശ നിവാസികൾ ചോദിക്കുന്നു, കഴിഞ്ഞ 15 വർഷക്കാലം MP ആയിരുന്ന ശശി തരൂർ എന്ത് കാര്യങ്ങളാണ് തീരദേശ നിവാസികൾക്ക് വേണ്ടി ചെയ്തത്? അതിന് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ലൈനിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ അദ്ദേഹം കൂടി മറുപടി പറയട്ടെ. അതിനുശേഷം ഞാൻ അതിന് കൃത്യമായ മറുപടി നൽകാൻ. കാരണം തിരുവനന്തപുരം നഗരത്തെ മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ പോലും ശശി തരൂർ എന്ന MP കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ ഇല്ലായിരുന്നു. തിരുവനന്തപുരം നിവാസികളുടെ ഒരു ആവശ്യങ്ങൾക്ക് ശശി തരൂർ ഇല്ല. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നൽകിയിട്ടിരുന്നത്? ഇതിൽ ഏതെങ്കിലും ഒന്ന് പോലും ശശി തരൂർ വാക്കുപാലിച്ചില്ല. ആകെ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 3-6 മാസം മുന്നോടിയായി കുറേയധികം ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ച് KSEBയുടെ പണി ചെയ്തു. KSEBയുടെ ഹൈമാസ് ലൈറ്റ് വയ്ക്കാനല്ലോ ശശി തരൂരിന്റെ പണി. അദ്ദേഹം എന്ത് കാര്യമാണ് പാർലമെന്റിൽ തിരുവനന്തപുരത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്? തിരുവനന്തപുരത്ത് എന്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്? തിരുവനന്തപുരത്തെ ഗതാഗത സംവിധാനത്തിൽ ദേശീയപാതയിലടക്കം വലിയ വികസനം കൊണ്ടുവന്നത് ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാരും അതിന് മുൻകൈ എടുത്തത് നിതിൻ ഗഡ്കരിയും V മുരളീധരനുമാണ്. പക്ഷേ ആ അവകാശവാദങ്ങളെല്ലാം തന്റെ നേട്ടങ്ങളെന്ന് പറയുന്നതല്ലാതെ തിരുവനന്തപുരത്ത് ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ വെറുതെ നടക്കുകയായിരുന്നു ശശി തരൂർ. അദ്ദേഹത്തെ കാണാൻ പോലും തിരുവനന്തപുരത്ത് കഴിഞ്ഞിരുന്നില്ല. അതിൽ കോൺഗ്രസുകാർക്ക് പോലും സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ജോയിൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹത്തെ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ഇതുവരെയും അവൈലബിൾ ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ശശി തരൂരിനെതിരായ വിമർശനങ്ങളെ കുറിച്ചുള്ള മറുപടി പറയേണ്ടത് ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധികൾ തന്നെയാണ്. അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെ അല്പസമയത്തിനകം തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ അരുൺ, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള ഒരു പ്രതീതി, 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതൊന്ന് ശശി തരൂർ, 2 രാജീവ് ചന്ദ്രശേഖർ. ഇവിടെയാണ് പന്നിൻ രവീന്ദ്രൻ കൂടി വരുന്നത്. പന്നിൻ രവീന്ദ്രൻ ഇതിനോടകം തന്നെ, ഇപ്പോൾ പ്രചരണം അതിന്റെ 2ാം ഘട്ടം പിന്നിട്ട് കഴിഞ്ഞല്ലോ. പന്നിൻ രവീന്ദ്രൻ ഇതിനോടകം തന്നെ കളം പിടിച്ചു കഴിഞ്ഞു. 100% പന്നിൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധി ആയിരുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരത്ത് മുഴുവൻ സമയമുള്ള വ്യക്തിയാണ്. തിരുവനന്തപുരത്തെ വഴിയോരങ്ങൾ ഉൾപ്പെടെ, വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. കണ്ണൂർകാരനാണെങ്കിൽ പോലും അരനൂറ്റാണ്ടോളമായി തിരുവനന്തപുരത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി 1980കളിൽ കടന്നു വന്ന് അരനൂറ്റാണ്ടോളമായി തിരുവനന്തപുരത്ത് നിരന്തരം തിരുവനന്തപുരംകാർക്കൊപ്പമുള്ള ഒരു നേതാവാണ്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ അടുത്ത കാലത്ത് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ള ആളാണ്. ശശി തരൂരും വളരെ അടുത്ത കാലത്ത് പൊളിറ്റിക്സിൽ വന്നിട്ടുള്ളതാണ്. പന്നി രവീന്ദ്രന്റെ ഒരു പരിചയസമ്പന്നത CPI പോലുള്ള പാർട്ടിയുടെ ദേശീയ നിരയിലുണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, MP ആയിരുന്നു, നിരവധി ചുമതലകൾ, വിവിധ സാംസ്കാരിക സംഘടനകളുടെ ഉൾപ്പെടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ, ഗ്രാഫ് നോക്കിയാൽ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി സഖാവ് പന്നിൻ രവീന്ദ്രൻ തന്നെയാണ്. ഇപ്പോ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിന്റെ പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിക്കൊണ്ട് പ്രചരണത്തിൽ മാത്രമല്ല ജനസ്വീകാര്യതയിൽ ഉൾപ്പെടെ, ജനങ്ങളുടെ പങ്കാളിത്തങ്ങൾ ഉൾപ്പെടെ പ്രചരണത്തിലും മറ്റു കാര്യങ്ങളിലും എത്തിക്കുവാൻ സാധിച്ചത് പന്നിൻ രവീന്ദ്രന്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരി തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പന്നിൻ രവീന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം അസ്ഥാനത്തായില്ല, വിജയിച്ച് തന്നെ ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. ശരി, വിഷ്ണു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ BJP ആരുമായാണ് മത്സരിക്കുന്നത്? BJPയുടെ എതിരാളിയായി BJP കാണുന്നത് ആരെയാണ്? ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മത്സരം ഡയറക്ട്ലി ആരുമായിട്ടാണ്? അല്ല, ത്രികോണ മത്സരം തിരുവനന്തപുരത്തില്ല. തിരുവനന്തപുരത്ത് NDAയും ഇന്ത്യ സഖ്യവുമായിട്ടാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
പന്ന്യൻ രവീന്ദ്രന് എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തോടൊന്നും ഞങ്ങൾക്ക് വലിയ ആക്ഷേപമൊന്നുമില്ല. അദ്ദേഹം CPIയുടെ മികച്ച നേതാവ് തന്നെയാണ്. പക്ഷെ എന്താണ് രാഷ്ട്രീയം? CPIയെ ജയിപ്പിച്ചാലും കോൺഗ്രസിനെ ജയിപ്പിച്ചാലും അവർ പാർലമെന്റിൽ ഇരിക്കുന്നത് ഒരുമിച്ച് തന്നെയാണ്. പിന്നെ മറ്റൊരു രാഷ്ട്രീയം, തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥികളെല്ലാം കഴിഞ്ഞ 2 പാർലമെന്റിലായി വളരെ പിറകിൽ 3-ാം സ്ഥാനത്താണ്. 4ാമത് മറ്റൊരു കക്ഷിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ 3-ാം സ്ഥാനത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ CPMന്റെ പ്രവർത്തകർ മുഴുവൻ CPIക്ക് വോട്ട് ചെയ്യാതെ BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയം തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 തവണ BJPക്ക് പരാജയം ഏൽക്കേണ്ടി വന്നതെന്നാണ് ഞങ്ങൾ കൃത്യമായി കരുതുന്നത്. അതുകൊണ്ട് CPIയുടെ സ്ഥാനാർത്ഥിക്ക് യാതൊരുവിധ വിജയ സാധ്യതയും തിരുവനന്തപുരം പാർലമെന്റിലില്ല. മറ്റൊരു കാര്യം കൂടി പറയുന്നു, പന്ന്യൻ രവീന്ദ്രൻ ഒരിക്കൽ ജയിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം കേരളത്തിന്റെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ K കരുണാകരന്റെ പാർട്ടി DICയും ഒപ്പമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ നൽകിയത് ശ്രീ K കരുണാകരനാണ്. കരുണാകര പക്ഷത്തുള്ളവരുടെ വോട്ട് കൂടിയാണ് LDFന്റെ വോട്ട് കൊണ്ടല്ല. ഇന്ന് ശ്രീ K കരുണാകരനെ അനുകൂലിക്കുന്ന വലിയൊരു പക്ഷം പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിൽ നിന്ന് അപമാനിക്കപ്പെട്ടവർ, കോൺഗ്രസിൽ നിന്ന് ആട്ടിയിടക്കപ്പെട്ടവർ, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയവർ, ഇന്നും കോൺഗ്രസിൽ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇനി ചില മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിനോട് എതിർപ്പുണ്ട്, ഇങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട വലിയൊരു വിഭാഗം കോൺഗ്രസുകാർ ഇന്ന് BJPക്ക് അനുകൂലമാണ്. ശ്രീ K കരുണാകരന്റെ നിരവധി അനുയായികൾ തിരുവനന്തപുരത്ത് BJPയിൽ ചേർന്ന് കഴിഞ്ഞു. ഇങ്ങനെ പല സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. അല്ല ഞാനൊരു അല്ല ഇത്രയും കാലം അല്ല ഒരു നിമിഷം നിങ്ങളിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ഇത്രയധികവും കാലം കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരാളല്ല. രാജീവ് ചന്ദ്രശേഖറിനെ എന്തിന് തിരുവനന്തപുരത്തുകാർ തെരഞ്ഞെടുക്കണം? അദ്ദേഹം BJPയുടെ രാജ്യസഭാ അംഗമായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അത്യാധുനിക സാങ്കേതിക രംഗത്ത് രാജ്യത്ത് വലിയ സിൽക്കൺ മേഖലയിൽ അടക്കം വലിയ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ രാജ്യത്ത് IT രംഗത്തെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. തിരുവനന്തപുരത്തെ IT ഹബ്ബാണ് കഴക്കൂട്ടം. അങ്ങനെ തിരുവനന്തപുരത്തിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. നോക്കട്ടെ, തിരുവനന്തപുരത്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നിട്ടാണോ ശശി തരൂർ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്? അല്ലല്ലോ. ശശി തരൂരിനെ പറ്റി സാധാരണക്കാരായ ജനങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം വന്നത്. പിന്നെ ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്, ഭാരതത്തിന്റെ രാഷ്ട്രീയമാണ്. ഈ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പേര് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അത് നിങ്ങളൊരു നരേറ്റീവാണ് ഇപ്പോൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, ശശി തരൂർ എവിടുന്ന് വന്നു, നിങ്ങൾ എന്റെ അന്ന് ചർച്ച ചെയ്തു, ഇപ്പോൾ ചർച്ച ചെയ്തു. ശശി തരൂർ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴല്ലോ ആദ്യമായി ശശി തരൂരിനെ പറ്റി സാധാരണക്കാർ കേൾക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. കേരളത്തിലടക്കം നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ പങ്കെടുത്തു. കേരളത്തിലെ ശരി, ആയിക്കോട്ടെ. ഒരു നിമിഷം ഞാൻ വരാം. ശ്രീ അല്ല വരാം. അരുൺ, നേരത്തെ ഇടത് മുന്നണി സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് NDAയുടെ അഭിപ്രായം എന്ന് താങ്കൾ കേട്ടല്ലോ. അതിന്റെ മറുപടി വേണം. എല്ലാവരും മറുപടി വ്യത്യസ്തമായ അഭിപ്രായമാണ് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും പറയാൻ കഴിയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ 2005 മത്സരിച്ച് വിജയിച്ചത് K കരുണാകരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന സമയത്തായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PK പത്മനാഭൻ 40,000 വോട്ടിൽ താഴെ 37,000 വോട്ടാണെന്ന് ആകെ 38,000 വോട്ടാണ് ആകെ അന്ന് നേടിയിട്ടുള്ളത്. അന്ന് BJPയുടെ വോട്ട് പരസ്യമായി ആർക്കായിരുന്നു പോയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അന്ന് VS ശിവകുമാറിനാണ് BJPയുടെ വോട്ട് കൃത്യമായി പോയിട്ടുള്ളത്. അപ്പൊ BJPക്ക് ഉള്ള ഒരു 1.5 ലക്ഷം വോട്ട് BJPക്ക് ഉണ്ടെങ്കിൽ ആ വോട്ടില് ഒരു 1.25 ലക്ഷം വോട്ട് കൃത്യമായി ശിവകുമാറിന് പോകുന്ന ഘട്ടത്തിലും 78,000 വോട്ട് ഭൂരിപക്ഷത്തിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കുന്ന ഇതാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തിന്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് സാഹചര്യവും വ്യക്തിയെയും നോക്കി വോട്ട് ചെയ്യുന്ന ജനങ്ങളാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2.5 ലക്ഷം വോട്ട്, അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 3,16,000 വോട്ടൊക്കെ ലഭിച്ച BJPക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിച്ചത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അവർ. കാരണം അവർ വിജയ സാധ്യതയുള്ള സീറ്റുകളായിരുന്നു, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു മത്സരിച്ചത്. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് അവർ അത്രമാത്രം പിന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അതുകൊണ്ട് തന്നെ സവിശേഷമായ ചില സാഹചര്യങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകളിലുമാണ് BJPക്ക് ലോക്സഭയിൽ വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ശബരിമല വിഷയം വലിയ തോതിൽ ഉയർത്തിയപ്പോഴും BJP സ്ഥാനാർത്ഥി വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ 1 ലക്ഷം വോട്ട് താഴെ പോയപ്പോൾ 50,000-ൽ പരം വോട്ടിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സാഹചര്യത്തിലും താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. 2 സ്ഥാനാർത്ഥികൾ നിങ്ങൾ തന്നെ
തുടക്കത്തിൽ അവരുടെ തന്നെ സൂചിപ്പിച്ച പോലെ അർബൻ മേഖലയിലെ വോട്ട് ഭിന്നിക്കുകയും അവിടെ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ മിഡിൽ ക്ലാസിന്റെയും അതുപോലെ വർക്കിംഗ് ക്ലാസിന്റെയും ഒക്കെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് എന്ന രീതിയിൽ തന്നെ വോട്ട് നേടി ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് ഇടതുപക്ഷത്തിന്റെ അല്ല, ഈ സമുദായ വോട്ടുകളുടെ കാര്യത്തിലോ അരുൺ എന്താണ് അവസ്ഥ? സമുദായത്തെ മറ്റു പ്രതീക്ഷിച്ച് സ്ഥാനാർത്ഥി നിർത്തുവോ തെരഞ്ഞെടുപ്പ് അങ്ങനെ അനുകൂലമാവുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനമല്ല ഞങ്ങളുടെ. സമുദായത്തെ ഒരു ഘടകമായേക്കാം എന്നുള്ളതല്ലാതെ പന്ന്യൻ രവീന്ദ്രന്റെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം വസീഫിന് പകരം. അത് ഇങ്ങനെ സമുദായത്തെ നോക്കി, നമുക്കറിയാമല്ലോ ഈക്വേഷൻസ് നോക്കി തന്നെയാണ്, രാഷ്ട്രീയത്തിൽ ഇക്വേഷൻസ് ഒക്കെ നോക്കി തന്നെയാണ് എല്ലാ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ നിർത്തുന്നത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല എന്ന് വെറുതെ പറഞ്ഞ് ജനങ്ങളെ മണ്ടനാക്കേണ്ടതൊന്നുമില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വയനാട്ടിൽ ആനിരാജ മത്സരിച്ചത് സമുദായം നോക്കിയാണോ? 2005 സഖാവ് പന്ന്യൻ മത്സരിക്കാൻ വന്നത് തിരുവനന്തപുരത്ത് സമുദായം നോക്കിയാണോ? സാമുദായിക പരിഗണനകളൊക്കെ പരിഗണിച്ചിട്ടുണ്ടാവാം പല ഘട്ടങ്ങളിൽ, പക്ഷെ തിരുവനന്തപുരത്തൊന്നും അത് ലെവലേശം ബാധിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരത്തൊന്നും അത് ഒരു തരത്തിലും അവിടെ ചർച്ചയാകാൻ പോകുന്നതുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ആ പന്ന്യൻ രവീന്ദ്രന്റെ ജാതി നോക്കിയൊന്നും തിരുവനന്തപുരത്തെ ജനത അദ്ദേഹത്തെ വിലയിരുത്തില്ല. ശരി, വിഷ്ണു, ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് പ്രതിനിധി ഇല്ലാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉന്നയിക്കുന്ന പല ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി പറയാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ശശി തരൂര് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ആ ഒരു വേവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ പോലെയും സ്ത്രീകളുടെ വോട്ടുകൾ തീരദേശ മേഖല, അതായത് ഈ പാറശാല, കോവളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ, ഈ വോട്ടുകളൊക്കെ വലിയ രീതിയിൽ എങ്ങോട്ടേക്കാണ് വന്നത്? കഴിഞ്ഞ വർഷം കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരൻ നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ടും ആ വോട്ടുകൾ, ഈ പറഞ്ഞതുപോലെ പാറശാലയുടെയും കോവളത്തിന്റെയും ഒക്കെ വോട്ടുകൾ എങ്ങോട്ടേക്കാണ് പോയത്? വലിയ രീതിയിൽ തീരദേശ മേഖല ആരുടെ കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിന്നത് വിഷ്ണു? അല്ല, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചപ്പോൾ കേരളത്തിലെ ദുർബല ജനവിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളുമെല്ലാം അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ശശി തരൂരിന് തീരദേശ മേഖലയിൽ വലിയ മുൻതൂക്കം കിട്ടിയത്. പക്ഷെ അങ്ങനെ വോട്ട് ചെയ്തതിന് ഇന്ന് തീരദേശത്തെയും നെയ്യാറ്റിൻകരയിലെയും കോവളത്തെയൊക്കെ പ്രാദേശിക മേഖലയിൽ നിന്നും ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ അസ്വസ്ഥരാണ്. കാരണം ഞങ്ങൾ 15 വർഷം വിജയിപ്പിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അല്ല, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. ശശി തരൂരിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഡൽഹിയിൽ കറങ്ങി നടന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് സ്ഥാനാർത്ഥിയായി നിന്നാൽ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കും. അല്ല, ഒരു കാര്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഇത്രയും കാലം ബാംഗ്ലൂരിലും ദില്ലിയിലുമായിട്ട് കറങ്ങി നടക്കുകയായിരുന്നില്ലേ? രാജീവ് ചന്ദ്രശേഖറിന് എന്ത് സംവിധാനമാണുള്ളത് തിരുവനന്തപുരവുമായി? എന്ത് ബന്ധമാണുള്ളത് തിരുവനന്തപുരവുമായി? പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ MP രാജീവ് ചന്ദ്രശേഖരൻ അല്ലായിരുന്നു. കഴിഞ്ഞ 15 വർഷക്കാലം ശശി തരൂരായിരുന്നു. ആ ശശി തരൂരാണ് മണ്ഡലത്തിൽ ഇല്ലാതിരുന്നത്. അതിനുള്ള മറുപടിയാണ് ശശി തരൂരിന് ജനങ്ങൾ നൽകാൻ പോകുന്നത്. ശരി, ശ്രീ അരുൺ, ഈ പറഞ്ഞതുപോലെ നിലവിൽ ഈ പറഞ്ഞതുപോലെ ശശി തരൂർ എന്നുള്ളതാണോ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു പ്രധാന എതിരാളിയായി നിങ്ങൾ കാണുന്നത്? രാജീവ് ചന്ദ്രശേഖറിനെയാണോ ശശി തരൂരിനെയാണോ? രണ്ടുപേരും എതിരാളികളാണ്. ജയിക്കാൻ പോകുന്നത് സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. രണ്ടുപേരെയും ചെറുതായി കാണാൻ കഴിയില്ല, സ്ഥാനാർത്ഥികളെ ചെറുതായി കാണാൻ സാധിക്കില്ല. പക്ഷെ വിജയിക്കാൻ പോകുന്നത് രണ്ടുപേരും സമാന സ്വഭാവമുള്ളവരാണ്. രണ്ടുപേരും അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളല്ല രണ്ടുപേരും. എന്ത് വാഗ്ദാനമാണ് ജനങ്ങൾക്ക് നൽകാനുള്ളത് പന്ന്യൻ രവീന്ദ്രന്? പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എന്ത് വാഗ്ദാനമാണ് പന്ന്യൻ രവീന്ദ്രന് നൽകാനുള്ളത്? ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു MP ആയിരിക്കും പന്ന്യൻ രവീന്ദ്രൻ. ഞാൻ എനിക്ക് ഷജീറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധി. ശരി, ഷജീറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്, കോൺഗ്രസ് പ്രതിനിധി. ഷജീർ, താങ്കൾ വളരെ വൈകിയാണ്, ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് താങ്കൾ എത്തുന്നത്. പക്ഷെ ഇതിനോടകം തന്നെ ഉന്നയിക്കപ്പെട്ട പല ആക്ഷേപങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ശശി തരൂർ ദില്ലിയിൽ കറങ്ങി നടന്നിട്ട് ഇലക്ഷൻ ആകുന്ന സമയത്ത് കേരളത്തിൽ ഒന്ന് വോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്ത് പരിപാടിയാണ് നടത്തിയത്? ഹൈമാസ് ലൈറ്റുകൾ വെക്കുക എന്നുള്ളതാണോ ഒരു MP പ്രധാന പരിപാടി? ഒരിക്കലും തരൂര് ഒരു വിശ്വബോധനായത് അല്ലെങ്കിൽ MP എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെട്ടതും ഇന്ന് നാട്ടുകാരുടെ ഇടയിൽ ചർച്ചയാകുന്നതും ഹൈമാസ് ലൈറ്റ് വെച്ചതിന്റെ പേരിലല്ലോ. അദ്ദേഹം പാർലമെന്റിനകത്ത് നടത്തുന്ന ചർച്ചകളുടെ പേരിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ലോക നേതാക്കൾക്കിടയിൽ അദ്ദേഹം നടത്തുന്ന സംവാദം, അതുമാത്രമല്ല പല നിലപാടുകൾ, അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, പല വിഷയങ്ങളും അദ്ദേഹം എടുക്കുന്ന ആ ഒരു നിലപാട്, അതൊക്കെ കൊണ്ട് തന്നെയാണ് തരൂര് ശ്രദ്ധേയമാകുന്നത്. അപ്പൊ ഹൈമാസ് ലൈറ്റ് വെച്ചതിന്റെ പേരിലല്ലോ ശശി തരൂർ അറിയപ്പെടുന്നത്.
അപ്പൊ അതൊക്കെ എന്തുമാത്രം അപഹാസ്യമായ നിലപാടുകളാണ്. ഇനി ഞാൻ പാർലമെന്റിൽ ചോദിക്കട്ടെ, ഒരു അദ്ദേഹം എം പി എന്ന നടത്തിയ രീതിയിൽ ഇടപെടൽ എന്താണ്? ഈ വളരെ വളരെ വിഖ്യാതമായ ഒരു ഇടപെടൽ, ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടായല്ലോ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. വളരെ ക്രൈസിസ്, അതായത് രാഷ്ട്രീയമായി വളരെ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് ശശി തരൂർ നടത്തിയ വളരെ നിർണായകമായ ഒരു ഇടപെടൽ പറയൂ. വളരെ നിർണായകം എന്ന് പറയുമ്പോൾ വളരെ നിർണായകം, അതിനപ്പുറം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആ ദുരവസ്ഥയെ നരേന്ദ്രമോദിയെ പോലെ ഒരു ഏകാധിപത്യം ചോദ്യം ചെയ്യാൻ തയ്യാറായി തന്നെയാണ് ഏറ്റവും വലിയ നിലപാടെന്ന് പറയുന്നത്. ഇവിടുത്തെ BJP-കാരൊന്നും അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. ഈ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിഘടിക്കാൻ BJP-കാർ ഒരു ചോദ്യം കൂട്ടർ ചെയ്യില്ല ശ്രമിക്കുമ്പോൾ, ഷാജി. ഞാൻ ചോദിക്കുക, അതാണ് ഞാൻ ബിജെപിയുടെ പറയുന്നത്, ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതും ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന തരൂരിനെ പോലുള്ള ആളുകളല്ലേ. ഞാൻ ചോദിക്കട്ടെ, എന്താണ്? NRC അല്ല അടക്കമുള്ള അല്ല, അല്ലെങ്കിൽ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, പൗരത്വ ഒറ്റ ഭേദ ചോദ്യമേ ഞാൻ ഉള്ളൂ, ചോദിക്കട്ടെ, ഒറ്റ പൗരത്വ ചോദ്യം ചോദിക്കട്ടെ, ഭേദഗതി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പറയും, കേൾക്കോ, പൗരത്വ താങ്കൾ ഭേദഗതി കേൾക്കോ. അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട് വളരെ ശ്രദ്ധേയമല്ലേ. ഈ ഉം. രാജ്യത്തിന്റെ ജനാധിപത്യത്വവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നിലപാടല്ലേ അത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു മതം മാനദണ്ഡമാകുമ്പോൾ, ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഒരു നിയമം ഈ രാജ്യത്ത് പാസ്സാക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുക തന്നെ എന്ന് ശരി, പറയുന്നത് ചെറിയ ഓക്കെ, കാര്യമാണോ? അത് സമ്മതിച്ചു. അത് തന്നെയാണ് പൗരത്വ ഏറ്റവും ഭേദഗതി നിയമത്തിൽ, പ്രധാനപ്പെട്ടത്. അല്ല, പൗരത്വ ഭേദഗതി നിയമത്തിലുള്ള അല്ല, തരൂരിന്റെ പൗരത്വ ഭേദഗതി എന്ന് ഇടപെടലിനെ പറയുന്നത് ഒരു ഇടപെടലിനെ റദ്ദ് ഞാൻ ചെയ്യുന്നില്ല. ഒറ്റ ചോദ്യം, ഒരു ചോദ്യം കേൾക്കൂ. UAPA അമെന്റ്മെന്റ് നടത്തിയിരുന്നു പാർലമെന്റ്. എന്തായിരുന്നു തരൂരിന്റെ നിലപാട്? UAP അടക്കം കരിനിയമങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്ന ഒരു എന്ത് പറഞ്ഞു? പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ്. UAPA ചർച്ച നടക്കുന്ന സമയത്ത് അല്ല, ശശി തരൂർ എന്ന് ഞാൻ പറയുന്ന ചോദിക്കട്ടെ, MP നടത്തിയ ഇടപെടൽ എന്താണ്? പറയൂ, തരൂരിനെ കേൾക്കട്ടെ. പോലൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദീർഘകാലം അദ്ദേഹം എടുക്കുന്ന നിലപാട് മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന നിലപാടാണ്. മനുഷ്യവിരുദ്ധമായ എല്ലാ നിലപാടുകൾക്കെതിരെയും അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. അത് UAPA UAP അമെന്റ്മെന്റ് ആണെങ്കിലും ബില്ലിൽ CA ആണെങ്കിലും. ഞാൻ ബില്ലിൽ ചോദിക്കട്ടെ, UAP പാർലമെന്റിലുള്ള ആണെങ്കിലും ലോക്സഭാ CA MP ആണെങ്കിലും ആയ ശശി തരൂർ എന്ത് നിലപാടെടുത്തു? പറയൂ, കേൾക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, UAP എന്ന് പറയുന്നത് ഒരു കരിനിയമമാണ് അല്ലെ. ആ മനുഷ്യനെ വേർതിരിക്കുന്ന, മനുഷ്യനെ വിഘടിക്കുന്ന ഒരു നിയമമാണ്. മനുഷ്യനെ വേർതിരിക്കുന്ന, അത് എന്തിന്റെ താങ്കൾക്ക് ഞാൻ ചോദിച്ച അടിസ്ഥാനത്തിലാണെങ്കിലും, ചോദ്യം ഭരണകൂടത്തിന്റെ മനസ്സിലാകാത്തതല്ലോ. നിയമത്തിലാണെങ്കിലും അതിനെതിരെ നിരന്തരം പോരാടുന്ന ഒരാളാണ് തരൂർ എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹം ചോദിച്ച അതിനെതിരെ ചോദ്യം ഒന്നും ചെയ്തില്ല താങ്കൾക്ക് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാകാത്തതല്ലോ. പാർലമെന്റിൽ നിരന്തരമായി സ്വീകരിച്ച സംവദിക്കുന്നത്, നിലപാട് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, അതെ അതെ, ഒരു പാർലമെന്റിനകത്ത് മിനിറ്റ് അദ്ദേഹം, ഞാൻ ഷജീർ, ചോദിക്കട്ടെ, ഈ ഞാൻ പുറത്തിറങ്ങിയ ചോദിക്കുന്നത് അത് തന്നെ, മാധ്യമങ്ങളെ കണ്ട് ഞാൻ പാർലമെന്റിനകത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണെന്ന് വികാരഭരിതനാവുക എന്നുള്ളതല്ല പാർലമെന്റിലേക്ക് അയക്കുന്ന ഒരു MP-യുടെ ജോലി. ആ MP-യുടെ ജോലി ഈ ഞാൻ രാജ്യത്തെ ചോദിക്കട്ടെ, അദ്ദേഹം ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് ജനങ്ങളോടൊപ്പം അല്ലാതെ, അവർ ഞാൻ ചോദിക്കട്ടെ, ആശങ്കയിലാകുന്ന ഒരു വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ഉത്തരവാദിത്തമുള്ള അതാണ് പ്രതിപക്ഷമായി അതാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ വൈകിയാണ് വന്നത്, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു MP എന്ന നിലയിൽ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ വിഘടിക്കുന്ന, മനുഷ്യനെ ഇല്ലാതാക്കുന്ന, അപരനാക്കുന്ന, അന്യവൽക്കരിക്കുന്ന ഏത് ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഒരു MP എന്ന നിലയിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം അതിനപ്പുറം ഇതുപോലുള്ള കരിനിയമങ്ങൾക്കെതിരെ ശബ്ദിക്കാത്ത ആളാണോ? ഈ രാജ്യത്ത് ഈ UAP മാത്രമല്ലോ, അതിനേക്കാൾ വലിയ ഭീകരമായ എത്രയും നിയമങ്ങൾക്കെതിരെ പോരാടിയ ആളാണ്. അപ്പോഴാണ് ഒരു UAP. ഞാൻ ചോദിക്കട്ടെ, ഈ UAP അടക്കം ഞാൻ ചോദിക്കട്ടെ, UAPA ഞാൻ വിട്ടു. NIA പറയൂ. അപ്പൊ ഞാൻ NIA-യിലുള്ള ചോദിക്കട്ടെ, വിഷയം എന്താ? NIA എന്താണ് അദ്ദേഹം എടുക്കുന്ന നിലപാടെന്താണ്? ഞാൻ ചോദിക്കട്ടെ, പരസ്യമായി അതിനുവേണ്ടി നൈറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ച ആളാണ്. പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ അതിശക്തമായ പ്രസംഗം പോലും അദ്ദേഹത്തിന്റേതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അദ്ദേഹത്തിന്റെ NIA പ്രസംഗം amendment നിങ്ങൾ ബില്ലിലോ? കേൾക്കാത്തതുകൊണ്ടാണ്. NIA amendment ഞാൻ ആക്ടിലോ? ചോദിക്കട്ടെ, അപർണ, ഞാൻ ചോദിക്കട്ടെ, തരൂരിന്റെ പ്രസംഗം, തരൂർ നടത്തുന്ന സംവാദങ്ങൾ, അത് എന്ത് സംവാദങ്ങളാണ്? ഈ രാജ്യത്തെ വിഘടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വർഗീയതയെ പിന്നെ വളർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹിന്ദുത്വവാദത്തിനെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. ഈ മനുഷ്യനെ വിഘടിക്കുന്ന ഏത് നിയമത്തിനെതിരെ അദ്ദേഹം പോരാടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത് UAP ആണെങ്കിലും CA ആണെങ്കിലും ആ രീതിയിൽ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എവിടെയെങ്കിലും ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ഈ പാർലമെന്റിനകത്ത് അത് പറഞ്ഞു, ഇത് ഒരു വാക്ക് അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുടനീളം ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്തിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അങ്ങനെ നടത്തുന്നവർക്കെതിരെ എത്രയോ സംവാദങ്ങൾ അദ്ദേഹം നടത്തി. ആ സംവാദങ്ങളിലൂടെയൊക്കെ കണ്ണു തുറപ്പിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ തരൂർ അടക്കമുള്ള ആളുകളെ പാർലമെന്റിനകത്ത് നിന്ന് പുറത്താക്കിയതിന്റെ പേരാണ്. കേരളത്തിൽ, അല്ലെങ്കിൽ ഈ രാജ്യം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലല്ലേ പ്രതിപക്ഷ MP-മാരെ പുറത്താക്കിയത്? എന്തിനാണ് പുറത്താക്കിയത്? ഇവിടെ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്തത്? അവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ UAP പോലുള്ള, ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, മനുഷ്യവിരുദ്ധമായിട്ടുള്ള, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് ചെയ്യുന്നുണ്ടല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി അസാമാന്യമായ ഊർജ്ജമുള്ള വ്യക്തിയാണെന്ന് പ്രകീർത്തിക്കാൻ തയ്യാറാകുന്ന കോൺഗ്രസ് നേതാവിന്റെ പേര് ശശി തരൂർ എന്നാണ്. ആ കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പാർലമെന്റ് MP ആണ്. അത്രേ ഉള്ളൂ ഷജീർ.
അത് ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയമായി പിന്നെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഒരാളെ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരാൾ കൊള്ളാമെന്ന് പറയുന്നത് ശരി കൊണ്ട് അദ്ദേഹം ആയിക്കോട്ടെ, നടത്തിയ അതാണ് എല്ലാ നിലപാടെങ്കിൽ വളരെ നല്ലത്. ശരിയാകണമെന്നില്ലല്ലോ. അതാണ് ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ ചോദിക്കട്ടെ, അത് നിലപാടെങ്കിൽ രാഷ്ട്രീയ വളരെ നിലപാട്. നല്ലത്. ഇപ്പൊ നരേന്ദ്രമോദി നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നത് കൂടി അദ്ദേഹം നടത്തിയ പക്ഷെ പ്രവർത്തികളെല്ലാം ശശി തരൂർ പറയുന്ന ഇതേ ഡയലോഗ് ന്യായീകരിക്കപ്പെടുന്നില്ലല്ലോ. ഒരിക്കലും പന്ന്യൻ രവീന്ദ്രൻ പറയില്ല എന്ന് കൂടി താങ്കൾ ഓർക്കണം. ശശി ഞാൻ തരൂർ ചോദിക്കട്ടെ, അദ്ദേഹം നരേന്ദ്രമോദിയെ വ്യക്തിപരമായി പ്രകീർത്തിക്കുന്ന അതേ ഞാൻ സാഹചര്യത്തിൽ ചോദിക്കുന്നത് വ്യക്തിപരമായി പന്ന്യൻ രവീന്ദ്രന്റെ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയവും പന്ന്യൻ രവീന്ദ്രനും ഈ ഞാൻ നിലപാട് പറയട്ടെ സ്വീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിന് ഞാൻ പറയട്ടെ വ്യക്തിപരമായി അല്ലെങ്കിൽ ഇദ്ദേഹം സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒന്ന് കാണാൻ പോകുന്നത്, അതിന് നമ്മൾ ഈ ഇത്രയും വലിയ പുരോഗമന അങ്ങനെയല്ലല്ലോ ഇത്. നാട്ടില് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം സുഖമില്ലാതെ കിടക്കുന്നു, അദ്ദേഹത്തിന് ആശംസ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ അവാർഡ് കിട്ടുമ്പോൾ ആശംസ നൽകുന്നു, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ചെയ്യുന്നു, ഇത് മാത്രമാണോ? ഇതിനെതിരെ ബർത്ത്ഡേ റദ്ദു ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് സമയം അതിക്രമിച്ചത് കൊണ്ടാണ് താങ്കൾ വളരെ വൈകി ജോയിൻ ചെയ്തതുകൊണ്ടാണ്. ക്ഷമിക്കണം വളരെ താങ്കൾ വളരെ വൈകി ജോയിൻ ചെയ്തത് കൊണ്ടാണ് ഇതിൽ കൂടുതൽ ചർച്ച പോകാൻ കഴിയാത്തത്. ഒരു വിഷയം പോരാൻ ചില കാര്യത്തിലൊക്കെ നിലവാരം പുലർത്താറുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം നരേന്ദ്രമോദിയുടെ നിലവാരം പുലർത്തുന്നത് ഫാസിസ്റ്റ് ശക്തികളെ അനുമോദിച്ചു കൊണ്ടാകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. വളരെ നന്ദി ഷജി. കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്, തരൂരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. RSS BJP മുന്നോട്ട് വെക്കുന്ന ആ നടപടികൾക്കെതിരെ എപ്പോഴും അതിശക്തമായി പിന്നെ വളരെ നന്ദി ഷജി. ഒപ്പം തന്നെ അരുൺ, ഒപ്പം തന്നെ വിഷ്ണു. UAP എന്ന് പറയുന്നത് ഭീകരമാണല്ലോ CA എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, CA എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് ഒരു പൗരന്റെ മൗലിക അവകാശം ഇല്ലാതാക്കുന്ന നിയമം ഉണ്ടായപ്പോൾ അതുപോലും ചർച്ചയിൽ പങ്കെടുത്തതിന്